welcome to IELTS preparation by Sword Edu. This is Alvin, and in today's session, we will discuss how to write the body paragraphs for a pie chart essay in IELTS writing task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പൈ ചാർട്ടിന്റെ ഡിസ്കഷൻ ആയിരുന്നു. നമ്മൾ അതിന്റെ അനാലിസിസ് വീഡിയോയും ദെൻ ഇൻട്രൊഡക്ഷൻ അതുപോലെ ഓവർവ്യൂ പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഒരു ബോഡി പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു, സാമ്പിൾ ക്വസ്റ്റ്യൻ. അതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു വീഡിയോയിൽ പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നോടെ ഒന്ന് നോക്കാം. യെസ്, ദി ചാർട്ട് ബിലോ shows the reasons why people travel to work by bicycle or by car. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ബേസിക്കലി അവിടെ സംസാരിക്കുന്ന ഇതാണ്, സൈക്ലിംഗ്. ഓക്കെ, ജോലിക്ക് പോകുമ്പോൾ സൈക്കിൾ യൂസ് ചെയ്ത് പോകുന്നവരുടെ ഒരു പ്രൊപ്പോർഷൻ, അത് എന്തുകൊണ്ടൊക്കെ പോകുന്നു എന്നുള്ള റീസൺസ് ആണ് ഫസ്റ്റ് പൈ ചാർട്ട് നമ്മൾ കണ്ടത്. സെക്കൻഡ് പൈ ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്ത് അവരുടെ വെഹിക്കിൾസ് ഒക്കെ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് പോകുന്നവരുടെ ഒരു പ്രൊപ്പോർഷൻ, അതിനകത്ത് അവർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കേസാണ് നമ്മൾ സെക്കൻഡ് പൈ ചാർട്ടിൽ കണ്ടത്. ദെൻ ഇതിന്റെ തന്നെ 3 മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ദെൻ ഓവർവ്യൂ പാരഗ്രാഫ് നമ്മൾ എഴുതി. ദെൻ ഈ ഒരു ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച 3 മെയിൻ ഫീച്ചേഴ്സിന്റെ ഇനിഷ്യൽ 2 മെയിൻ ഫീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മെയിൻ ഫീച്ചർ ആണെന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ പറയാം. ദെൻ റിമൈനിങ് ഫീച്ചേഴ്സ് നമ്മൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ സംസാരിക്കണം. ദെൻ നമുക്ക് മെയിൻ ഫീച്ചർ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ യൂസ് ചെയ്യാൻ പോകുന്ന മെയിൻ ഫീച്ചർ നമുക്ക് കാണാം. The largest proportion of people who cycle do so for health and environmental reasons. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിന്റെ ഒരു പൈ ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പൈ ചാർട്ടിൽ നമുക്ക് മനസ്സിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ആണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ദെൻ ലെസ് പൊല്യൂഷൻ. ഈ 2 ലേബൽസ് ആണ് ഏകദേശം ഒരു 30% ഈച്ച് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഫീച്ചർ യൂസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണാം. Taken together, health and fitness and less pollution are reasons given by over half of all people who prefer traveling by bike. Each represents a 30% portion, which is double the next most popular reason, which is a lack of parking issues at 15%. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നു നമ്മുടെ മെയിൻ ഫീച്ചറിനെ കുറിച്ച്. ഇനിഷ്യലി നമ്മൾ പറഞ്ഞു വെച്ചു ടേക്കൺ ടുഗദർ, ദാറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസും അതുപോലെ ലെസ് പൊല്യൂഷൻ, ഈ പൊല്യൂഷന്റെ ഒരു കോൺസെപ്റ്റും ഈ 2 ഇതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഏകദേശം മോർ ദൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ, ഓക്കെ, മോർ ദൻ ഹാഫ് ഓഫ് ദ പീപ്പിളിന്റെ ഒരു പ്രിഫറൻസ്, ഈ ഒരു സൈക്കിളൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നമുക്കറിയാം 30+30 60% ഓഫ് പോപ്പുലേഷൻ ഒരു കണക്ക് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം മോർ ദൻ ഹാഫ് ഓഫ് ദ പീപ്പിൾ ഈ ഒരു സൈക്കിൾ യൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഇതൊക്കെയാണ് എന്നുള്ളൊരു കേസ് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ പറഞ്ഞു വെച്ചു. ദെൻ each represents a 30% portion, which is double the next popular reason, which is a lack of parking issues at 15%. That is നമ്മുടെ നെക്സ്റ്റ് മോസ്റ്റ് പോപ്പുലർ റീസൺ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം. ഇറ്റ് ഈസ് നോ പാർക്കിംഗ് പ്രോബ്ലംസ്. അപ്പൊ പാർക്കിങ്ങിന് പ്രശ്നങ്ങൾ ഇല്ലായ്മയാണ് സൈക്കിൾ യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു നെക്സ്റ്റ് മോസ്റ്റ് പോപ്പുലർ റീസൺ. അപ്പൊ അതിന്റെ അപേക്ഷിച്ച് അതൊരു 15% ആണ്. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഡബിൾ, ദാറ്റ് ഇസ് 30% ഓഫ് ദ പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റീസൺസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ലെസ് പോപ്പുലേഷൻ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഡീറ്റെയിലിംഗ് നമ്മുടെ ഫസ്റ്റ് പൈ ചാർട്ടിന്റെ ഒരു മേജർ ഡീറ്റെയിലിംഗ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്. നമ്മൾ ഫസ്റ്റ് മെയിൻ ഫീച്ചറിന്റെ ഒരു എലാബറേഷൻ ആണ്, ഡീറ്റെയിലിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തത്. ദെൻ നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് 2 മെയിൻ ഫീച്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ദി ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് പീപ്പിൾ ഹു ഡ്രൈവ് ഡു സോ ബിക്കോസ് ഇറ്റ്സ് കംഫർട്ടബിൾ. അപ്പോൾ സെക്കൻഡ് പൈ ചാർട്ടിലെ മെയിൻ ഫീച്ചർ അല്ലെങ്കിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ടോപ്പ് കോൺട്രിബ്യൂട്ടർ അതെന്താണ്, കംഫർട്ട് ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ഒരു ഹയർ പെർസെന്റേജ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കംഫർട്ട് എന്നുള്ള ഒരു ലെവലാണ്. ദാറ്റ് ഈസ് കൂടുതൽ ആൾക്കാരും ഈ ഒരു ഡ്രൈവ് ചെയ്ത് വർക്കിലേക്ക് പോകുന്നത് കംഫർട്ടിന്റെ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണെന്നും. ദെൻ തേർഡ് മെയിൻ ഫീച്ചർ എന്താണ്, ഫോർ ആൻ ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ദ ചോസൺ മെത്തേഡ് ഇസ് ദ ഫാസ്റ്റസ്റ്റ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നു ഓരോ കേസിലും അവരവരുടെ രീതിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് അവർ തോന്നിയതുകൊണ്ടാണ് ഈ 2 ചാർട്ടിലും ഒരു ഏകദേശം 13% ഇൻ ദ ഫസ്റ്റ് ആൻഡ് 14% ഇൻ ദ സെക്കൻഡ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ. ഈ 2 മെയിൻ ഫീച്ചറിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമ്മൾ എഴുതുക. ദെൻ നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമുക്ക് സ്ക്രീനിൽ കാണാം. A different set of concerns has affected the decision of those who commute to work by car. Okay, അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം തന്നെ ഫസ്റ്റ് സെന്റൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കണക്ഷൻ ഇടുകയാണ്.
നമ്മുടെ തൊട്ടു മുൻപത്തെ പൈ ചാർട്ടിലെ, അതായത് സൈക്കിൾ ചെയ്ത് വർക്കിലേക്ക് പോകുന്നവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ എന്നുള്ള ഇതിലാണ് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് തന്നെ പോകുന്നത്. എ ഡിഫറെന്റ് സെറ്റ് ഓഫ് കൺസേൺസ് ഹസ് അഫക്റ്റഡ് ദി ഡിസിഷൻ ഓഫ് ദോസ് എന്ന് സംസാരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ലേബൽസ് ഓക്കെ, രണ്ട് പൈ ചാർട്ടിലെയും റീസൺസ് വളരെ ഡിഫറെന്റ് ആണ്. രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈക്കിൾ ചെയ്യാൻ അവരുടെ ഒരു ഡിസിഷൻസ് ഒക്കെ പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു ഡ്രൈവ് ചെയ്ത് പോകുന്നവരുടെ ഒരു റീസൺസ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ സംസാരിച്ച് വെച്ചത്. എ ഡിഫറെന്റ് സെറ്റ് ഓഫ് കൺസേൺസ് ഹസ് അഫക്റ്റഡ് ദി ഡിസിഷൻ ഓഫ് ദോസ് എന്ന് നമ്മൾ സംസാരിക്കുന്നു. ദെൻ നമ്മൾ സംസാരിക്കുകയാണ് അവിടുത്തെ ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടറെ പറ്റി. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പൈ ചാർട്ടിലെ ഏറ്റവും കോമ്പസിഷൻ ഉള്ള ഒരു റീസൺ എന്താണെന്ന് നമ്മൾ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് കംഫർട്ട് ആണ് ഓൾറെഡി അവിടുത്തെ ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ. എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. Comfort is by far the most significant factor at 40% of people, but distance to work is a more important concern for just over a fifth of the drivers. അപ്പോൾ ഇവിടെ എന്താണ് സംസാരിക്കുന്നത്? ഇനിഷ്യലി നമ്മൾ കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ഏകദേശം 40%, ഓക്കെ, ഏറ്റവും ടോപ്പ് കോൺട്രിബ്യൂട്ടർ ആണ്. അതുപോലെ തന്നെ 40% ഓഫ് ദ പീപ്പിൾ കംഫർട്ട് എന്നുള്ള ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി ഒരു കമ്പാരിസൺ തന്നെ വിടുന്നു. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ടു വർക്ക്. ഓക്കെ, ഡിസ്റ്റൻസ് ടു വർക്ക് ഒരു കൺസേൺ ആയതുകൊണ്ട് മേ ബി കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഏകദേശം ഒരു മോർ ദാൻ ഫിഫ്ത്ത്, ദാറ്റ് ഈസ് 21%. നമുക്ക് കാണാം നമ്മുടെ ഗ്രാഫിക്കിലുണ്ട് 21% ഓഫ് ദ പീപ്പിൾ ഡ്രൈവ് ടു വർക്ക് ബിക്കോസ് ഡിസ്റ്റൻസ് ഇസ് എ കൺസേൺ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മറ്റൊരു ഫാക്ടർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 40% ആണ് ഏകദേശം കംഫർട്ട്. ദെൻ സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് പൊസിഷനിലുള്ളത് നമ്മുടെ ഡിസ്റ്റൻസ് ടു വർക്ക് ആണ്. ദാറ്റ് ഈസ് 21%, just over a fifth of the drivers. Then next നമ്മൾ സംസാരിക്കുന്നത് നെക്സ്റ്റ് കാര്യത്തെ പറ്റി. That is for 14% of people a faster journey time is the key factor compared to a figure of 12% of cyclists who find their means of transport quicker. Then നമ്മുടെ നെക്സ്റ്റ് ലേബൽസിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ചെയ്യണം. എന്ത് സംസാരിക്കുന്നു? ഏകദേശം 14% ഓഫ് ദ പീപ്പിൾ ഈ ഒരു കാർ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു മോഡ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? A fast journey because of the fast journey time. Okay, faster journey time ഉള്ളതുകൊണ്ടാണ് അവർ 14% ഓഫ് ദ പീപ്പിൾ ഈ ഒരു മോഡ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഓൾറെഡി ഒരു കമ്പാരിസൺ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇനിഷ്യൽ പൈ ചാർട്ട് കമ്പാരിസൺ ഇട്ടാണ്. ദാറ്റ് ഈസ് കമ്പയർഡ് ടു എ ഫിഗർ ഓഫ് 12% ഓഫ് സൈക്ലിസ്റ്റ് ഹു ഫൈൻഡ് ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ക്വിക്കർ. അപ്പൊ നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചറിന്റെ യൂസ് ഇവിടെയാണ് വരിക. അപ്പൊ നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചറിന്റെ ഒരു യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ദർ ഇസ് എ കോൺട്രാസ്റ്റ്. രണ്ട് പൈ ചാർട്ട്സുമായിട്ടൊരു കോൺട്രാസ്റ്റ് ഉണ്ടെന്നും ആ ഒരു കമ്പാരിസൺ എങ്ങനെയാണെന്നുമാണ് നമ്മൾ ഈ സെന്റൻസ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ റീസൺസ് ഫോർ ഡ്രൈവിംഗിൽ നമ്മൾ സംസാരിക്കുന്നു. ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് ആ ഒരു മോഡാണ് സൈക്ലിങ്ങിനെ കഴിഞ്ഞും ബെറ്റർ എന്ന് അങ്ങനെ തോന്നുന്ന ഒരു 14% ഓഫ് പീപ്പിൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നു. ദെൻ നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് എ കീ ഫാക്ട് കമ്പയർഡ് ടു എ ഫിഗർ ഓഫ് 12%. ഓക്കെ, നമ്മൾ സൈക്ലിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഏകദേശം ഈ ഒരു ഇതേ കേസ് ഉള്ളവർ, അതായത് സൈക്ലിംഗ് ആണ് ഡ്രൈവിനെ കഴിഞ്ഞും ബെറ്റർ അല്ലെങ്കിൽ ഫാസ്റ്റർ എന്ന് പറയുന്ന കുറച്ച് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 13% ആണെന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ബേസിക്കലി രണ്ടും ഒന്ന് ക്ലബ് ചെയ്യാണ്, ഒന്ന് കമ്പയർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ. അപ്പൊ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് മെയിൻ ഫീച്ചർ ആൻഡ് തേർഡ് മെയിൻ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ബോഡി പാരഗ്രാഫ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പൈ ചാർട്ട് എസ്സേ. നമ്മൾ ഓൾറെഡി ഇതിന്റെ അനാലിസിസ്, ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ ആൻഡ് ദ ബോഡി പാരഗ്രാഫ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊരു പൈ ചാർട്ട് എസ്സേ കിട്ടിയാലും നമുക്ക് ഇതേ ഒരു പാറ്റേൺ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. താങ്ക് യു.